പേരിൽ ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ട് പുറത്ത്. മേഖലയിൽ 30-ലധികം പാകിസ്ഥാനി ഭീകരർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ. ശൈത്യകാലത്തും ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായും വിവരം. സൈനിക നീക്കങ്ങൾ മന്ദഗതിയിലാകുന്ന അവസരം മുതലെടുക്കാനാണ് ശ്രമം. മൃഗങ്ങളുമായ ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, നമ്മുടെ ഭാരതത്തിന്റെ അതിർത്തിയിൽ നിന്ന് വരുന്നത് ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ജമ്മു കാശ്മീരിൽ നിന്നും ആശങ്കയുണർത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മേഖലയിൽ 30-ലധികം പാക് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഈ ശൈത്യകാലത്ത് സാധാരണഗതിയിൽ ഈ സൈനിക നീക്കവും മറ്റും സൈനിക ഓപ്പറേഷനുകളും മറ്റും മന്ദഗതിയിലാകും. അവിടെ മഞ്ഞ് വീഴുന്ന സമയത്ത് അതാണ് രീതി. ഈ അവസരം മുതലെടുത്ത് വലിയ ഭീകരാക്രമണം നടത്തുക ലക്ഷ്യമിട്ടാണ് ഇവർ എത്തിച്ചേർന്നത് എന്നാണ് കിട്ടുന്ന വിവരം. മാത്രമല്ല, സൈനിക നീക്കങ്ങൾ മന്ദഗതിയിലായി തുടങ്ങാൻ കാത്തിരിക്കുകയാണ് ഇവർ എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഭീകരർ കിഷ്ത്വാർ, ഡോഡ ജില്ലകളിലെ പർവ്വത മേഖലകൾ കേന്ദ്രീകരിച്ചാണുള്ളത് എന്നും വിവരം വന്നിട്ടുണ്ട്. അതേസമയം ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സൈന്യം കശ്മീരിൽ വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഭീകരർക്കെതിരായി പ്രത്യേക ഓപ്പറേഷൻ ഇതിനോടകം തന്നെ സൈന്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്രീകാന്ത്, ജമ്മു കശ്മീരിൽ നിന്നാണ് ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. മേഖലയിൽ 30-ലധികം പാകിസ്ഥാനി ഭീകരർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.